വൈഷ്ണവി, ഞാനാ. കൊറിയർ ഉണ്ട് മാഡം. പ്ലീസ് ഇവിടെ ഒന്ന് സൈൻ ചെയ്യൂ. പെൻ. താങ്ക് യു മാഡം. സോറി, ലേഡീസ് പ്രോബ്ലം. ഓ, ലേഡീസ് പ്രോബ്ലം ആണോ? നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ അകത്ത് പോയി വെള്ളം എടുത്തോണ്ട് വരാം. കാലനും അറിവുള്ള കാലത്തിൻ പോക്കടാ, ജീവിതത്തിൻ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലടാ. മരണമോ ലക്ഷ്യമായി യാത്രയാകുന്നടാ, ജനിച്ചവൻ ഒരു ദിനം മരിച്ചിടും സത്യമായി. സാർ, ക്യാബ് ഡ്രൈവർ, ഹോസ്റ്റൽ വാർഡൻ, ടീം ലീഡർ എല്ലാവരും വരുന്നുണ്ട് സാർ. വെയിറ്റിംഗ് ഫ്രണ്ട് വൈഷ്ണവി മാത്രം ഫോൺ എടുത്തില്ല സാർ. വൈഷ്ണവിയുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. അതേപോലെ ചെയ്തേക്കാം സാർ. അതെ. എന്താടി സൈക്കോ സാർ ഏതെങ്കിലും സിനിമയ്ക്ക് ട്യൂൺ ഇടുവാണോ? ട്യൂൺ ചെയ്തില്ലടി.
നമ്മളെ എങ്ങനെ കൊല്ലാമെന്ന് മൂഡ് ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ പേടിക്കുന്നത് ആദ്യമായിട്ടാ ഞാൻ കാണുന്നത്. ചേച്ചേ, ഞാൻ എവിടെ പേടിക്കുന്നത്? ആ സൈക്കോ കില്ലർ അയാളെ തന്നെയാണെന്ന് ഭയപ്പെടുന്നത് പോലെ അഭിനയിക്കാണെന്ന് മാത്രമേ ഉള്ളൂ. എന്താണോ പെറുപുറത്തോണ്ടിരിക്കുന്നത്? എന്നെ പറ്റിയാണോ? അതെ സാർ. ആ, അതെ സാർ, അത് സലൂണിൽ കൂട്ടിക്കൊണ്ട് പോയി നിങ്ങൾക്ക് ഹെയർ കട്ട് ചെയ്താലേ ക്ലോസറ്റ് കഴുകുന്ന ലിക്വിഡിന്റെ പരിസ്ഥിതി വരുന്ന അബ്ബാസിന്റെ പുറത്തുനിന്ന് ഭാര്യ പറയായിരുന്നു. അതെ സാർ. നിന്റെ അനിയത്തിയുടെ പേരെന്താ? വൈഷ്ണവി സാർ. എന്തിനടി അടിച്ച? ഞാൻ കള്ളം പറഞ്ഞു. എന്റെ പേര് വൈഷ്ണവി എന്നല്ല. അപ്പൊ വൈഷ്ണവി എവിടെയാ? അറിയില്ല സാർ, ഞങ്ങൾ നാട്ടിൽ നിന്ന് നാളെ വരേണ്ടതായിരുന്നു. പക്ഷെ ഇന്ന് ഇങ്ങ് എത്തി സാറേ. ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഞങ്ങളെ കള്ളം പിടിച്ച് കെട്ടിയിട്ടു. സത്യമായിട്ടും വൈഷ്ണവി എവിടെയാന്ന് ഞങ്ങൾക്ക് അറിയില്ല സാറേ. എന്റെ അനിയത്തി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ സാർ. നിങ്ങളോട് ആരോടും ഞാൻ ദയാദാക്ഷിണ്യം കാണിക്കില്ല. അതേപോലെ ആരുടെ ജീവനും ഞാൻ വെറുതെ എടുക്കില്ല. സാർ, സാറിന്റെ വെപ്പൺ ഇവിടെ ഇട്ടിട്ടാ പോയിരിക്കുന്നേ. ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ? സാറിന് ചുറ്റിക ആവശ്യമുണ്ടെന്നേ. നാളെ രാവിലെ ആരെങ്കിലും കൊല്ലണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കൊല്ലും? സാർ ഒരു ഉത്തമ വില്ലനാ. നീ വെറുതെ പേടിക്കണ്ട. സാർ അനാവശ്യമായിട്ട് ആരെ കൊല്ലില്ല. അത് സത്യോ? ആവശ്യമില്ലാതെ ഞാൻ ആരെയും കൊല്ലാറില്ല. പക്ഷേ എന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കി ആരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. ഇപ്പം നിങ്ങൾ ഇവിടുന്ന് വിട്ടുകഴിഞ്ഞാൽ എന്റെ ഐഡന്റിറ്റി മിസ്സാവും. വിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി മിസ്സാവും. നമ്മളെല്ലാവരും ഒരു ഐഡന്റിറ്റി ക്രൈസിസിലാണ് വിട്ടിരിക്കുന്നത്. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എന്ത് ചെയ്യാം? യെസ്, ചെറുതിലെ എൻ്റെ അമ്മ പറഞ്ഞു തരാറുള്ള വിക്രമാദിത്യൻ കഥയപ്പോ ഓർമ്മ വരുന്നേ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആ. വിക്രമാദിത്യനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് വേണം വേതാളം ഉത്തരം പറയാൻ. അല്ലെങ്കിൽ വേതാളത്തിന്റെ തല അങ്ങ് പൊട്ടിച്ചതറും. സാർ, പുരാണത്തിൽ നിങ്ങൾ വീക്കാണെന്ന് തോന്നുന്നു. അതായത് കഥ പറഞ്ഞത് വിക്രമാദിത്യനല്ല സാർ, വേതാളവാ. അങ്ങനെയാണെങ്കിൽ ഞാനല്ലേ വേതാളം? എന്നിട്ട് നിങ്ങളെല്ലാവരും വിക്രമാദിത്യന്മാരും. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഓരോ കഥകൾ പറയാം. എന്നിട്ട് അതിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാം. അതിന് ശരിയായ ഉത്തരങ്ങൾ ആരാണോ തരാൻ പോകുന്നത് അവർക്ക് ഇവിടുന്ന് സ്വതന്ത്രരായി പോവാം. ആരോട് ആദ്യത്തെ ചോദ്യം ചോദിക്കാം? ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, റൈറ്റ്. Right is always right. You are right. Am I right? കഥ പറയട്ടെ. ഒരു മനോഹരമായ വീട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മ, അച്ഛൻ, ചേട്ടൻ. അതാണ് ഞാൻ. ഞങ്ങൾ ട്വിൻസ് ആയിരുന്നിട്ടും ഞാൻ അവനെ ചേട്ടാന്ന് വിളിക്കും. കാരണം ഞാൻ ജനിക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് അവൻ ജനിച്ച്. വിദ്യാഭ്യാസത്തിൽ ഞങ്ങൾ ഫസ്റ്റ് ആയിരുന്നു. അമ്മേ, കേക്ക് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഹെൽപ്പ് ചെയ്തോണ്ടായി നന്നായത്. ഏയ് അതൊന്നും അല്ല, അമ്മ ഉണ്ടാക്കിയത് കൊണ്ട് ഇത് ഇത്രയും നന്നായത്. ഓ അങ്ങനെയാണോ? നിനക്ക് അച്ഛനാണ് ഇഷ്ടം അമ്മയാണോ ഇഷ്ടം? എനിക്ക് 2 പേരെ ഇഷ്ടം. അത് കൊള്ളാലോ. എടാ വിവേകേ, നീ പറ, നിനക്ക് അച്ഛനാണ് ഇഷ്ടം അമ്മയാണോ ഇഷ്ടം? എനിക്ക് ഡാൻസ് ആണ് ഇഷ്ടം.
ഓ, ഡാൻസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നേ. വരുന്ന 13-ാം തീയതി അരങ്ങേറ്റമാണ്. നമ്മുടെ ബന്ധുക്കാരൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേ. ഷുവർ അച്ഛാ. അവൻ മറന്നാലല്ലേ അവനെ ഓർമ്മിപ്പിക്കാൻ പറ്റുക. ആ സന്തോഷമായ കുടുംബത്തിൽ ഒരു പൊട്ടിത്തെറി സംഭവിച്ചു. എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ മറ്റൊരു സ്ത്രീ ഉണ്ടെന്ന് എൻ്റെ അമ്മ കണ്ടുപിടിച്ച ദിവസം അത് താങ്ങാൻ പറ്റാതെ അച്ഛനുമായി വഴക്കുകൂടായിരുന്നു അമ്മ. അവർ രണ്ടുപേരും ജീവിതത്തിൽ പിരിഞ്ഞു. ഇതെല്ലാം കാരണം ഒരു ദിവസം ഞങ്ങളുടെ അച്ഛൻ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് അങ്ങ് പോയി. 4 പേരുടെ സന്തോഷം നിറഞ്ഞ ആ വീട് 3 പേരുള്ള സങ്കടം നിറഞ്ഞ വീടായി മാറി. ഞാനും എൻ്റെ ചേട്ടനും അമ്മയ്ക്കൊരു ബാധ്യതയായി മാറി. അമ്മയുടെ സ്വഭാവം കുറച്ചായിട്ട് മാറാൻ തുടങ്ങി. വീട്ടിൽ ചെലവാക്കാൻ കാശില്ലാതെ ആയപ്പോൾ അമ്മയുടെ ദേഷ്യം നിയന്ത്രണമില്ലാതെ പോകാൻ തുടങ്ങി. ദേഷ്യം വരുമ്പോഴൊക്കെ എന്നെ അടിച്ചു. അടുത്തുണ്ടായിരുന്ന എൻ്റെ ചേട്ടനെ അവരൊന്നും ചെയ്തില്ല. ഒരു കാരണവും ഇല്ലെങ്കിൽ പോലും എന്നെ ഇട്ട് അടിക്കുമായിരുന്നു. അന്നൊരു 13-ാം തീയതിയായിരുന്നു എൻ്റെ അരങ്ങേറ്റം നടത്തുന്ന ദിവസം. ഞാൻ അരങ്ങേറ്റത്തിന് റെഡിയായിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മ പുറത്തുനിന്ന് കതവ് പൂട്ടി. അമ്മേ, 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 വാതിൽ തുറക്കൂ അമ്മേ. അരങ്ങേറ്റത്തിന് സമയമായി അമ്മേ. അമ്മേ, വാതിൽ തുറക്കുക അമ്മേ. അമ്മേ, അമ്മേ, വാതിൽ തുറക്കുക. അമ്മേ, അരങ്ങേറ്റത്തിന് സമയമായി അമ്മേ. അമ്മേ, പ്ലീസ് അമ്മേ. അമ്മ എന്തിനെങ്ങനെ ചെയ്യുന്നേ? വാതിൽ തുറക്കുക അമ്മേ. അമ്മേ. ഞാൻ എത്ര അലറി വിളിച്ചിട്ടും എൻ്റെ അമ്മ കതവ് തുറന്നില്ല. അതെന്നെ വല്ലാണ്ട് തളർത്തി. Kita jam Takita taka dimita kajaluto Takita taka dimita kajalunam Tayyum tanta din tay tanta 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 Tayyum tanta din tay അരങ്ങേറ്റത്തിന് ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്തിരുന്നു. പക്ഷെ എന്താ കാര്യം, വൈകുന്നേരം വരെ എൻ്റെ അമ്മ കതവ് തുറന്നില്ല. അമ്മേ, അരങ്ങേറ്റത്തിന് പോകാൻ സമ്മതിച്ചില്ലല്ലോ. അരങ്ങേറ്റം അതാണോ? ഇനി ഒരിക്കൽ കൂടി ഡാൻസ് എന്ന് പറഞ്ഞ് ഇറങ്ങിയാലുണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. കഥ മനസ്സിലായോ? ഇതിൽ മനസ്സിലാവാതിരിക്കാൻ മാത്രം എന്താ സാർ? ഗുഡ്. ഇപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാ, അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ എന്റെ ചേട്ടനെ ഒന്നും ചെയ്യാതെ എന്നെ മാത്രമേ അടിച്ചോളൂ. എന്തിനാ എന്റെ അമ്മ എന്നെ മാത്രം അടിച്ചേ? ഓൺലി 6 attempts. യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. സാർ, നിങ്ങളുടെ അമ്മയ്ക്ക് ഡാൻസ് ഒട്ടും ഇഷ്ടമല്ലെന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും നിങ്ങളെ അടിച്ചത്. റോങ് ആൻസർ. എന്റെ അമ്മ ഒരു ഭരതനാട്യ ഡാൻസർ ആയിരുന്നു. നിങ്ങൾ പഠിത്തത്തിൽ ഉഴപ്പിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അടിച്ചത്. റോങ് ആൻസർ. ഞാൻ നന്നായി പഠിക്കുമെന്നുള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞിരുന്നില്ലേ? ആ, നിങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങൾ ഏതെങ്കിലും പെണ്ണിന്റെ പുറകെ പോയായിരുന്നോ? അതിന്റെ പേരിലാണോ നിങ്ങളെ അമ്മ അടിച്ചത്? പെമ്പിള്ളേരുടെ പിറകെ നടക്കുന്ന കാര്യം എനിക്കില്ലായിരുന്നു. ഓ ഗോഡ്. ഓ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരുടെ മകനല്ലെന്നാ തോന്നേ. അതുകൊണ്ടായിരിക്കും അടിച്ചത്. ഇല്ല. 9 മാസം 12 ദിവസം 7 മണിക്കൂർ 12 മിനിറ്റ് അവരുടെ വയറ്റിൽ ചുമന്ന മകനാണ് ഞാൻ. സോ റോങ് ആൻസർ. നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളെ ഇഷ്ടമല്ലായിരുന്നിരിക്കും. എന്റെ അമ്മയ്ക്ക് ഞാനെന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. സാർ, പോകുന്ന പോക്കിൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയുടെ തലക്കടിച്ചിട്ടാണോ സാർ പോയത്? എനിക്ക് ആവശ്യമുള്ളത് ക്വസ്റ്റ്യൻസ് അല്ല, ആൻസേഴ്സ്. സാർ, നിങ്ങളുടെ അമ്മ എന്തിനാ സാറേ നിങ്ങളെ തല്ലിയത്? ഇതേ ചോദ്യം തന്നെ ഞാനും ചോദിച്ചേ.
അച്ഛൻ പോയത് തൊട്ട് എന്നെ എന്തിനാ തല്ലിയും കൊണ്ടേ ഇരിക്കുന്നേ? എന്തിനാണെന്നും നീ നിന്റെ അച്ഛനെ പോലെ തന്നെയുണ്ട്, അതുകൊണ്ടാ. അതായത് ഇവൻ സൈക്കോ ആകാൻ ഇവന്റെ അമ്മയാണോ കാരണം? എനിക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ആദ്യം ഇവന്റെ അമ്മയെ കൊന്നേനെ. ഏതെങ്കിലും അമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടാവോ സാർ? എന്റെ അമ്മ അങ്ങനെ ആയിരുന്നല്ലോ. അങ്ങനെയുള്ളവരെ വെറുതെ വിടരുത് സാർ. വിട്ടില്ലല്ലോ. നീ നിന്റെ അച്ഛനെ പോലെ തന്നെയുണ്ട്, അതുകൊണ്ടാ. Dimmi taka chenu taka dimmi taka chenu taka dimmi taka chenu taka dimmi taka chenu taka takita taka takita tayum tata. Bisai tata.